ഗൈസ്, ഉപ്പുമുളകും പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയിൽ കേശു മെൻ്റലിസ്റ്റായി മാറിയോ എന്നൊരു സംശയമില്ലാതില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പാറക്കുട്ടിയും കേശുവും കൂടി ഇങ്ങനെ വഴിയിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കാലി ബാഗ് ഇരിക്കുക കേട്ടോ. കാലിയാണോ എന്നറിയില്ല, ഒരു പുതിയ ബാഗ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാറക്കുട്ടി ഇങ്ങനെ കേശുവിനെ വിളിച്ച് കാണിക്കുന്നുണ്ട്, ദേ കേശു ചേട്ടൻ ഒരു ബാഗ് ഇരിക്കുന്നു എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. കേശു അതെടുത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്, കയ്യിൽ വെക്കുന്നുണ്ട്. അപ്പോൾ പാറക്കുട്ടി ഇങ്ങനെ കേശുവിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ടേ, ഓ എന്ത് കൊണ്ടാലും വേണം, മനസ്സിലാട്ടോ പറയുന്നേ. അപ്പോൾ തന്നെ നമ്മുടെ കേശു അതിങ്ങനെ പാറുവിൻ്റെ മുഖത്ത് നിന്ന്, നീ ഇപ്പം എന്താടി പറഞ്ഞ് എന്ത് വേണാലും വേണമെന്നോ, എന്ത് കണ്ടാലും വേണമെന്നോ എന്നിങ്ങനെ പറയുന്നുണ്ടേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലച്ചുവും നമ്മുടെ അമ്മായി ഗൗരിയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ വിചാരേ പാറുവിൻ്റെ മനസ്സെങ്ങനെ കേശു വായിച്ചു, ഇനി നമ്മുടെ കേശു എങ്ങാനും മെൻ്റലിസം പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ സംശയം നമ്മുടെ ശിവാനിക്കും ഭയങ്കര സംശയം കേട്ടോ. പിന്നെ നമ്മുടെ ഭവാനി അമ്മയും നമ്മുടെ കനകയും വന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും നമ്മുടെ കേശുവിന് മുമ്പിൽ വരാൻ ഭയങ്കര പേടി, കാരണം മനസ്സിലുള്ളത് വായിക്കുകയാണല്ലോ നമ്മുടെ കേശു. അപ്പോൾ കേശുവിൻ്റെ മുന്നിൽ എല്ലാവർക്കും പേടിയേ. ലാസ്റ്റ് നമ്മുടെ ഗൗരി അമ്മായി നമ്മുടെ പാറക്കുട്ടീനോടൊക്കെ ചോദിക്കുന്നുണ്ട്, മോളുടെ മനസ്സിലുള്ളത് കേശു ചേട്ടൻ എങ്ങനെയാണ് വായിച്ചേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കേശുവിൻ്റെ പുറകെ ഇങ്ങനെ അന്വേഷണമായിട്ട് നടക്കുന്ന നമ്മുടെ ലച്ചുവിനെയും നമ്മുടെ ഗൗരി അമ്മായിയെയും നമ്മുടെ ശിവാനിയും പാറക്കുട്ടിയും ഭവാനിയമ്മയൊക്കെ തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ കേശുവിന് ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രേക്ഷകർക്കും അറിയേണ്ടത്. അല്ല എന്തായാലും കാത്തിരുന്നതിനെ കാണാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.